ഓഫറിന്റെ പെരുമഴക്കാലമായി നമ്മുടെ കണ്ണൂർ ഓട്ടോബോട്ട് എത്തിയിട്ടുണ്ട്. ഞാൻ എന്നുള്ളത് കണ്ണൂർ ജില്ലയിൽ എടക്കാട് പോലീസ് സ്റ്റേഷന് തൊട്ട് ഫ്രണ്ടിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഓട്ടോബോട്ട് കണ്ണൂർ യൂസ്ഡ് കാർ ഷോറൂമിലാണ് ഞാൻ എന്നുള്ളത്. കണ്ണൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാറുകൾ വിറ്റഴിക്കുന്ന ഷോറൂം കൂടിയാണ് ഈ ഒരു ഷോറൂം. അപ്പം എക്സാക്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നാഷണൽ ഹൈവേ 66ന്റെ തൊട്ടടുത്തായിട്ട് എടക്കാട് പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. എനിവേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് 1.5 ലക്ഷം രൂപയ്ക്ക്, അതായത് ലോ ബജറ്റ് വണ്ടികളാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം ആയതുകൊണ്ട് മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ചങ്കൾ ആരെങ്കിലും ഒക്കെ വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം. ഈ ഒരു വീഡിയോയുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അതും നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കണ്ട. അപ്പം നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് 2016 കിഡ് കൊടുക്കാം. 2016 കിഡ് പെട്രോൾ വേരിയന്റ് ഫസ്റ്റ് ഓണർ 82,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഒരു 82,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള കിഡ് റിനോൾട്ടിന്റെ കിഡ് ആണ്. പിന്നെ പെട്രോൾ വേരിയന്റ് 2016 മോഡൽ. 1.80 നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 1.80 ബ്രോ കാണിച്ചു കൊടുത്തേ ഉള്ളൂ അല്ലേ? ഇന്റീരിയറൊക്കെ പക്ക ക്ലിയർ ആണ്. പക്ക ക്ലിയർ വണ്ടി കേട്ടോ. ഇന്റീരിയർ ഒക്കെ നോക്കുവാണെങ്കിൽ പക്ക ക്ലിയർ വണ്ടി. ടയറുകൾ നോക്കുവാണെങ്കിൽ 4 ടയറുകളും പക്ക ഓക്കെ ആണ്. അപ്പം എത്ര കൊടുക്കാം? നമുക്ക് 1.80 ലാസ്റ്റ് കൊടുക്കാം. 1.80 കിഡ് കേട്ടോ. 2016 മോഡൽ പെട്രോൾ വേരിയന്റ് റിനോൾട്ടിന്റെ കിഡ് ആണ് ഈ കിടക്കുന്നത്. അപ്പം നെക്സ്റ്റ് അടുത്ത നമുക്ക് ഈക്കോ കൊടുക്കാം. 2021 ഈക്കോ 59,000 കണ്ടമാനം ആൾക്കാർ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ട ടൈമിൽ കണ്ടമാനം ആൾക്കാർ തീർച്ചയായിട്ടും ഈക്കോ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടിയാണ്. ഈ 4 പെട്രോൾ ആണ് സ്റ്റാർട്ടിങ്. ഇത് 2021 മോഡൽ സിംഗിൾ ഓണർ 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മാരുതിയുടെ ഈക്കോ 2021 മോഡൽ ഫസ്റ്റ് ഓണർ ആണ്. പിന്നെ എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് 4.40 കൊടുത്തേക്കാൻ വേണ്ടി. 4.40 പക്ക ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ക്ലീൻ ആണ് കേട്ടോ. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമ്മുടെ സീറ്റ് കവർ അടക്കം അങ്ങനത്തെ തന്നെ ഉണ്ട്. കൂടുതൽ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 59,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 59,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള മാരുതിയുടെ ഈക്കോ ആണ് ഈ കിടക്കുന്നത്. എത്ര കൊടുക്കാം ഫൈനൽ? നമുക്ക് ഫൈനൽ 4.40 കൊടുത്തേക്കാം. 4.40 നമുക്ക് സംസാരിക്കാൻ തരാം. എന്തായാലും കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വരിക. നല്ല അഡ്ജസ്റ്റ്മെന്റ് റേറ്റിന് അവർ കൊടുക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ തന്നെ ഏറ്റവും കൂടുതൽ യൂസ്ഡ് കാർ വിൽക്കുന്ന ഒരു ഷോറൂം കൂടിയാണ് നമ്മുടെ ഈ ഒരു ഓട്ടോബോട്ട് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പം മാക്സിമം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ണൂർ അതുപോലെ തന്നെ കണ്ടമാനുണ്ട് കേട്ടോ. നിങ്ങൾ ഈ കാണുന്ന വണ്ടികളൊക്കെ ഏകദേശം 150 മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോ ചെയ്യുന്ന ടൈമില് ഏകദേശം 140 സംതിങ് വീഡിയോ. നമുക്ക് ഇപ്പൊ ഏകദേശം സ്റ്റോക്ക് 250 വണ്ടിയോളം സ്റ്റോക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് അവിടെ നമ്മൾ വാഷിംഗിലൊക്കെ ആയിട്ട് കിടപ്പുണ്ട് ഒരുപാട് വണ്ടികൾ. അതിൽ കുറെ വണ്ടികൾ നമ്മൾ ഇപ്പൊ ബുക്കിംഗ് ആയിട്ടുണ്ട്. കുറെ വണ്ടികൾ നമ്മൾ ഇപ്പൊ ലോൺ സെക്ഷനിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ കിടക്കുന്നു. എന്തായാലും നമുക്ക് ഓരോ മാസം 250-300 വണ്ടികളുടെ സ്റ്റോക്ക് നമ്മുടെ വണ്ടിയിൽ നമുക്ക് യാർഡിൽ ഉണ്ടാവും എപ്പോഴും. അതുപോലെ തന്നെ 2021 മോഡൽ ആകുമ്പോൾ എന്തായാലും ലോണ് കാര്യങ്ങളൊക്കെ ചെയ്തു തീർച്ചയായിട്ടും ലോൺ നമുക്ക് ഏകദേശം ഒരു ഫുള്ളും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. ഓക്കെ നെക്സ്റ്റ് നമുക്ക് 2020 മോഡൽ വണ്ടി ഈക്കോ തന്നെ 47,000 കിലോമീറ്റർ സെക്കൻഡ്. മാരുതിയുടെ ഈക്കോ തന്നെ 2020 മോഡലാണ്. 47,331 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അതെ നമുക്ക് 4.10 കൊടുത്തേക്കാം. 4.10 കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും നെഗോഷ്യബിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. എല്ലാം നമ്മൾ നെഗോഷ്യബിൾ കാണിച്ചു കൊടുത്തേ. അത്യാവശ്യം പക്ക ക്ലിയർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ നമുക്കില്ല. കാണിച്ചിട്ടുള്ള വണ്ടികളൊന്നും തന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉള്ളത് നമ്മൾ തീർച്ചയായിട്ടും പറയും. പിന്നെ നമ്മൾ പറയുന്ന വാക്കിൽ എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെ കസ്റ്റമറുടെ ഐഡിയ ഉണ്ട്, നമ്പറുണ്ട്. അതിൽ വിളിച്ച് അവരോട് ചോദിച്ചിട്ട് പരിപൂർണമായ തൃപ്തിയോടെ തന്നെ നമുക്ക് കസ്റ്റമർ കൊടുക്കാവുന്നതാണ്. നെക്സ്റ്റ് 2011 മോഡൽ വണ്ടിയാണ്. വെറും 78,342 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ RC വരുന്നത്. സിംഗിൾ RC എത്ര കൊടുക്കാം? ഇത് 1.25 നമുക്ക് കൊടുത്തേക്കാം. 1.25 കൊടുക്കാം. അതുപോലെ തന്നെ വീലുകൾ നോക്കുവാണെങ്കിൽ ഈ ഒരു ഈക്കോ ഒക്കെ നമ്മൾ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ തന്നെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ കുഴപ്പമൊന്നുമില്ല അല്ലെ? എത്ര കൊടുക്കാം ഫൈനൽ? 1.25 നമുക്ക് കൊടുത്തേക്കാം. 1.25 ഈ ഒരു വണ്ടി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എക്സ്ട്രാ ഫിറ്റിംഗ്സ് നോക്കുവാണെങ്കിൽ സൈഡ് സ്റ്റെപ്പ് കാര്യങ്ങൾ അതുപോലെ ബമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. അടുത്ത നെക്സ്റ്റ് നമുക്ക് വീണ്ടും കൊടുക്കാം. 2021 മോഡൽ തേർഡ് RC വരുന്നുണ്ട്. സോറി, അതിന് ക്രാഷ് കാർഡ് വന്നിട്ടുണ്ടല്ലേ? അതെ. ഓക്കെ നെക്സ്റ്റ് 2021 മോഡൽ
27,945. അതെ, തേർഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ആണ്. വണ്ടി പക്കാ ക്ലിയർ ഉള്ള റീപ്ലേസ് ഒന്നുമില്ല, ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നോക്കുവാണെങ്കിൽ എക്സ്ട്രാ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇതിന്. അതെ അതെ, ഇതൊന്നും കമ്പനി വരുന്നില്ലല്ലോ. ഇല്ല, കമ്പനി എക്സ്ട്രാ അല്ലേ? ഓക്കെ ഓക്കെ. അതേപോലെ തന്നെ പക്കാ ക്ലിയർ വണ്ടി കേട്ടോ. ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ ബ്രോ. പക്ഷെ പെട്രോൾ വേരിയന്റ് വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് വണ്ടി. നെക്സ്റ്റ് നമുക്ക് KUV പരിചയപ്പെടുത്താം. 2016 മോഡൽ KUV. 2016 മോഡല് 66,076 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി അല്ലേ? പെട്രോൾ അതെ, മഹേന്ദ്രയുടെ KUV. ഓക്കെ. നമുക്ക് 265 നമുക്ക് കൊടുക്കാം. 265 മാക്സിമം ലോണും കൊടുക്കാം. നമുക്ക് ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കുന്നത് 2017 ഇപ്പോഴുള്ള മോഡൽ അല്ല, 2016 നമുക്ക് കൊടുക്കാം. 2015 അതും കൊടുക്കുന്നു. ഞാൻ കണ്ടെടുത്തോളം യൂസ്ഡ് കാർ ഷോറൂമുകളിൽ നമുക്ക് മാക്സിമം ലോൺ കൊടുക്കാനുള്ള കസ്റ്റമർ കൊടുക്കാൻ പറ്റും, കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കൊടുക്കാം. ഓക്കെ. എങ്ങനെയുണ്ട് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ? അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കൂടുതൽ റഫ്യൂസ് കാര്യങ്ങളൊന്നും ചെയ്യാത്തൊരു KUV, മഹേന്ദ്രയുടെ KUV. എത്ര കൊടുക്കുക ഫൈനൽ? 265 ലാസ്റ്റ് കൊടുത്തേക്കാം. 265 കേട്ടോ. വീണ്ടും ഒരു KUV തന്നെ നമുക്ക് 2016 തന്നെ വന്നിട്ടുണ്ട്. 2016 52,237 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ വേരിയന്റ്. അതെ, പെട്രോൾ വേരിയന്റിൽ വന്നത്. എത്ര കൊടുക്കുക? ഇത് 230 കൊടുത്തേക്കാം. 230 അല്ലേ? അതെ. ഇതും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ഇന്ത്യയിലെ കാര്യങ്ങളുള്ളതാണ്, നമുക്ക് ഓക്കെയാണ്. അതുപോലെ രണ്ട് KUV-യുടെയും ടയർ ഭാഗങ്ങൾ ഏകദേശം ഉണ്ട്. ഏകദേശം ഓക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് ടിഗോർ കൊടുക്കാം. 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വേരിയന്റ്. അതെ, പെട്രോൾ വേരിയന്റ്. നമുക്കൊരു 330 കൊടുത്തേക്കാം. കാണിച്ചു കൊടുത്തു. ഇതിന്റെ ഇന്റീരിയർ ZX പ്ലസ് ആണ് കേട്ടോ വേരിയന്റ് വരുന്നത്. പ്ലസ് വരുന്നത്. ഫുൾ വേരിയന്റ്, ഫുൾ ഓപ്ഷനിൽ വരുന്നുണ്ട്. ഫുൾ ഓപ്ഷൻ അല്ലേ? അതെ. അപ്പൊ നമ്മുടെ ഈ ഒരു ടാറ്റ ടിഗോർ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് കേട്ടോ. എത്ര കൊടുക്കാം? നമുക്ക് ഇത് 330 ലാസ്റ്റ് കൊടുത്തേക്കാം. 330 മാക്സിമം ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കൊടുക്കാം. 2019 മോഡല് വെറും 1,27,279 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ വേരിയന്റ്. കൊടുക്കാം. നമുക്ക് അത് ലാസ്റ്റ് വിലക്ക് നമുക്ക് പിന്നെ 330 കൊടുത്തേക്കാം. 330 കൊടുത്തേക്കാം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് ഒരു വാഗണർ ആണ്. 2015 മോഡൽ വാഗണർ. ഓക്കെ. 2015 മോഡല് മാരുതി വാഗണർ ആണ്. 57,038 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. പെട്രോൾ വേരിയന്റ് ആണ്. പെട്രോൾ വേരിയന്റ് ആണ്. സെക്കൻഡ് RC ആണ്. ഓക്കെ. ഇതെങ്ങനെ ഫുൾ ഓപ്ഷൻ ആണ്? ഇത് അല്ല, VXI ആണ്. നമുക്ക് VXI അത്യാവശ്യം സെക്കൻഡ് വേരിയന്റിൽ വരുന്ന വണ്ടിയാണ്. നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ ടയറുകൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ തന്നെ ലൈഫ് ഉണ്ട് അല്ലേ? അതെ, ലൈഫ് ടയറൊക്കെ ഉണ്ട്. ലാസ്റ്റ് ഫൈനൽ 335 കൊടുത്തേക്കാം. 335 വാഗ്നർ കേട്ടോ. 2015 മോഡൽ 57,038 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വേരിയന്റ് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി. നെക്സ്റ്റ് വീണ്ടും നമുക്കൊരു VXI കൊടുക്കാം. വാഗ്നർ 2015 കൊടുക്കാം. ഓക്കെ. 2015 മോഡല്. അതെ. മാരുതി വാഗ്നർ 2015 മോഡല് 1,17,730 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, അതും പെട്രോൾ വേരിയന്റ് ആണ്. ഫുൾ ഓപ്ഷൻ ആണോ? VXI ആണ്. VXI സെക്കൻഡ് വേരിയന്റിൽ വരുന്നത്. ഓക്കെ. അത് ലോക്ക്ഡ് ആണ് അല്ലേ? പക്ഷെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഓക്കെ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ ടയറുകൾ നോക്കുവാണെങ്കിൽ പക്ക ഫുൾ പുതിയ ടയറാണ് അല്ലേ? പുതിയ ടയറാണ്. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 3.4 രൂപ കൊടുക്കാൻ. വെറും 3.4. 2015 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, വെറും 1,14,730 കിലോമീറ്റർ ഓടിയിട്ടുള്ള പെട്രോൾ വേരിയന്റ് വണ്ടി. എത്ര കൊടുക്കാം? 3.4 കൊടുത്തേക്കാം. 3.4 കൊടുക്കാം. അതുപോലെ തന്നെ ഫുൾ ലോൺ കൊടുക്കാൻ പറ്റും. നെക്സ്റ്റ് അടുത്ത വീണ്ടും ഒരു വാഗണർ 2018 മോഡല് മാരുതിയുടെ വാഗണർ 18 മോഡല് LXI വേരിയന്റിൽ വരുന്നത്. ഓക്കെ. ഫുൾ ഓപ്ഷൻ ഫുൾ അല്ലല്ല, LX ബേസ് മോഡൽ. ഓക്കെ. ബേസ് മോഡൽ. 51,263 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ വേരിയന്റ് ആണ്. 2018 ആണ് മോഡല്. നമുക്കൊരു 3.20 കൊടുത്തേക്കാം. 3.20. അത്യാവശ്യം ഓക്കെ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതുപോലെ ടയറുകൾ നോക്കുവാണെങ്കിൽ ഓക്കെ, ലൈഫ് ഉണ്ട്. 4 ടയറുകളും നോക്കുവാണെങ്കിൽ അത്യാവശ്യം ലൈഫ് കാര്യങ്ങളൊക്കെ ഉള്ള ടയറുകളാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. അപ്പൊ എത്ര കൊടുക്കാം? 3.20 ലാസ്റ്റ് നമുക്ക് കൊടുത്തേക്കാം. 2018 മോഡൽ. ലോൺ ചെയ്യാൻ പറ്റും? ലോൺ ചെയ്യാം, തീർച്ചയായിട്ടും ലോൺ ചെയ്യാം. ഫുൾ എമൗണ്ട് നോക്കാം, നമുക്ക് എന്താ ചെയ്യാം. ഓക്കെ. അടുത്ത നെക്സ്റ്റ് വരുന്നുണ്ട്. വാഗ്നർ
2011 മോഡൽ 1,09,55 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി പെട്രോൾ വേരിയന്റ് ആണ്. എത്ര കൊടുക്കാം? 1.25 നമുക്ക് കൊടുത്തേക്കാം ലാസ്റ്റ്. പക്ഷെ ടയറുകൾ നോക്കുവാണെങ്കിൽ ആവറേജ് ഫ്രണ്ട് ബാക്ക് ആവറേജ് കുഴപ്പമൊന്നുമില്ല അല്ലേ? ഓക്കെ. ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ഓക്കെയാണ്. ഒന്ന് കാണിച്ചു കൊടുത്തേ ബ്രോ. അത്യാവശ്യം ഓക്കെയാണ്. എത്ര കൊടുക്കാം? നമുക്ക് ലാസ്റ്റ് വില പിന്നെ 1.75 കൊടുത്തേക്കാം. ലാസ്റ്റ് ഫൈനൽ 1.75 കൊടുത്തേക്കാം. നെഗോഷ്യബിൾ ചെറിയ രീതിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ലോണ് 2011 അല്ലേ, മാക്സിമം കിട്ടൂല. പിന്നെ നോക്കാം, ട്രൈ ചെയ്യാം. അടുത്തൊരു കിഡ് ആണ് വരുന്നത്. കിഡ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി കേട്ടോ. 2017 മോഡൽ, വെറും 82,958 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ വേരിയന്റ് ആണ് അല്ലേ? അതെ അതെ. ഫസ്റ്റ് പിന്നെ ഇത് നമുക്ക് പിന്നെ 2.90 കൊടുത്തേക്കാം. ഫ്രണ്ട് രണ്ട് വീലുകളും ബാക്ക് വീലും അത്യാവശ്യം ഉണ്ടല്ലേ? ഓ, അത്യാവശ്യം ലൈഫ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റീരിയർ നോക്കുവാണെങ്കിൽ അത്യാവശ്യം ക്ലിയർ ആണ്. സ്ക്രാച്ചോ കാര്യങ്ങളോ അതുപോലെ ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ കാണിച്ചിട്ടുള്ള വണ്ടികളോ ഒന്നും തന്നെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളോ ഒന്നും നമ്മൾ പറയും നമ്മൾ കസ്റ്റമർക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് കസ്റ്റമറിന്റെ തൃപ്തിയാണ്. നമുക്ക് 2.90 കൊടുത്തേക്കാം. 2.90 RXT വേരിയന്റിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. RXT അതായത് ബേസിനൊക്കെ വേരിയന്റ് വരുന്നത്. 2017 കിഡാണ്, റിനോൾട്ടിന്റെ കിഡാണ് ഈ കിടക്കുന്നത്. പെട്രോൾ വേരിയന്റ് ആണ്. 82,958 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ ഒരു വണ്ടിക്ക് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എത്ര കൊടുക്കാം? 2.90 നമുക്ക് കൊടുക്കാം. 2.90 നെഗോഷ്യബിൾ അല്ലേ? അതെ, നമുക്ക് ചെയ്യാം. അടുത്ത് വരുന്ന കിഡ് തന്നെ 2017 മോഡൽ കിഡ്. റിനോൾട്ടിന്റെ കിഡ് 2017 മോഡല്, വെറും 84,596 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ വേരിയന്റ് ആണ് അല്ലേ? അതെ, പെട്രോൾ വേരിയന്റിൽ വരുന്നത്. ഇങ്ങനെ ഫുൾ ഓപ്ഷൻ ആണോ? ഇത് ഫുൾ 1000 cc വരുന്ന വണ്ടി. ഓക്കെ. എത്ര കൊടുക്കാം ഇത്? ഇത് നമുക്ക് 2.35 കൊടുത്തേക്കാം. 2.35 കൊടുക്കാം. ഓക്കെ. 4 വീലുകൾ നോക്കുവാണെങ്കിൽ അത്യാവശ്യം പുതിയതാ കേട്ടോ. നല്ല ലൈഫ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. അത്യാവശ്യം 2.35 നമുക്ക് ലാസ്റ്റ് ലാസ്റ്റ് അതും ലോൺ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. നമുക്ക് ഗ്രാൻഡ് ഐട്ടൺ കൊടുക്കാം. ഓട്ടോമാറ്റിക് വണ്ടി വരുന്നുണ്ട്. ഗ്രാൻഡ് ഐട്ടൺ 2017 മോഡല് 67,935 മാത്രം, 67,935 കിലോമീറ്റർ മാത്രം സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വേരിയന്റ്, ഓട്ടോമാറ്റിക് വണ്ടി. എത്രയൊക്കെ കൊടുക്കാം? നമുക്ക് 4.70 ലാസ്റ്റ് കൊടുക്കാം. 4.70 കൊടുക്കാം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളെല്ലാം തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഉള്ളത് കാണിച്ചു കൊടുത്തേ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ വണ്ടി. 2017 മോഡൽ അല്ലേ? അതെ, 2017 മോഡൽ ഗ്രാൻഡ് ഐട്ടൺ സ്പോർട്സ് വേരിയന്റിൽ വരുന്നത്. എത്ര കൊടുക്കാം? നമുക്ക് 4.70 ലാസ്റ്റ് കൊടുത്തേക്കാം. ടയർ കാര്യങ്ങളെല്ലാം അത്യാവശ്യം ലൈഫ് ഉണ്ട് അല്ലേ? അതെ അതെ. എത്ര? 4.70 കൊടുത്തേക്കാം. 4.70 ലോൺ ചെയ്യാൻ പറ്റില്ല അല്ലേ? തീർച്ചയായും ചെയ്യാൻ പറ്റും. നമുക്ക് 2012 മോഡല് നിസാന്റെ മൈക്ര കൊടുത്തേക്കാം. 2012 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്, പെട്രോൾ വേരിയന്റ് ആണ്. എങ്ങനെ ഫുൾ ഓപ്ഷൻ ആണോ? ഇത് XV പ്രീമിയം വേരിയന്റിൽ വരുന്നതാണ്. ഓക്കെ. അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. സെക്കൻഡ് RC ആണ്. എത്ര കൊടുക്കാം? നമുക്ക് വണ്ടിയുടെ ഇന്റീരിയറിലൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക, നമുക്ക് കാണണ്ടേ? ഓക്കെ, കാണിച്ചു കൊടുക്കും. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അതുപോലെ ടയറുകളെ പറ്റി പറയുകയാണെങ്കിൽ 4 ടയറുകളും പുതിയതാ കേട്ടോ. നമുക്ക് ഈ വണ്ടി നമുക്ക് 1.90 കൊടുത്തേക്കാം. 1.90. അതെ, തീർച്ചയായിട്ടും 1.90. പിന്നെ വേറെന്താ വേണ്ടേ? അത്യാവശ്യം നമുക്ക് വെറുതെ ആക്സിഡന്റും കാര്യങ്ങളും ഉണ്ടാക്കി നടക്കുന്നതിലും ഫാമിലി ആയിട്ട് പോവാ കേട്ടോ. നിസാന്റെ മൈക്രാനെ കൊടുത്തേക്കാം. നമുക്ക് എല്ലാവരും നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ. തീർച്ചയായും. പക്ഷെ നിസാന്റെ വണ്ടികൾ കുറവാണല്ലോ ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും നമുക്ക് കുറവാണ് വണ്ടികൾ. കിട്ടുവാണെങ്കിൽ ഈ ഒരു റേഞ്ചിൽ നല്ല വണ്ടി കേട്ടോ. തീർച്ചയായിട്ടും. ഇന്റീരിയലൊക്കെ നമ്മൾ കണ്ടതല്ലേ? തീർച്ചയായും. നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു നിസാന്റെ വണ്ടി തന്നെ. നിസാൻ ആയിക്കോട്ടെ അല്ലെ? നിസാന്റെ മൈക്ര തന്നെയാണ്. 2014 മോഡല് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. വെറും 1,51,223 കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടിയാണ്. അത്യാവശ്യം 4 ടയറുകളും ഓക്കെയാണ്. 2014 വരുന്നത് കേട്ടോ. 2014 മോഡൽ അല്ലേ? അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളൊക്കെ തന്നെ ഓക്കെയാണ്. ഡീസലാണ് വണ്ടി കേട്ടോ. ഡീസൽ വണ്ടിയാണ്. ഫസ്റ്റ് മൈക്രോ കാണിച്ചത് പെട്രോൾ ആണ്. ഇത് ഡീസൽ വേരിയന്റ് കേട്ടോ. ഡീസൽ വേരിയന്റ് വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക് ലാസ്റ്റ് 2.60 കൊടുത്തേക്കാം. 2.60. ഓ, ഡീസൽ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയല്ലേ?
$260 കിട്ടുന്നുണ്ട് പെട്രോളും ഡീസലും? പെട്രോളും ഡീസലായിട്ട് നമുക്ക് ഏകദേശം നല്ലൊരു വേരിയേഷൻ ഉണ്ടാവും. എത്ര കിട്ടുന്നുണ്ട്? എന്നാലും ഒരു 18, 20, 22 പെട്രോൾ ആകുമ്പോൾ ഒരു 16, 14 ആ വേരിയന്റ് കിട്ടും. ഇതിന് ഇത് 22, 23 കമ്പനി പറയുന്നുണ്ട്. അപ്പം അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന വണ്ടിയാണ്. 260 കൊടുത്തേക്കാം. നെഗോഷ്യബിൾ ആണ്. ലോണ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുക്കും. നെക്സ്റ്റ് നമുക്ക് വരുന്നത് നമുക്ക് 2000 ഹുണ്ടായുടെ തന്നെ എക്സെന്റ് വരുന്നുണ്ട്. ഹുണ്ടായുടെ എക്സെന്റ് ആണ് 2014 മോഡൽ, 3rd ഓണർഷിപ്പ് വണ്ടിയാണ്, ഡീസൽ വേരിയന്റ് വണ്ടിയാണ്. എത്ര കൊടുക്കാം നമുക്ക്? അതിന്റെ ഇന്റീരിയർ ഒക്കെ പക്കാ ക്ലിയർ ആട്ടോ, പക്കാ ക്ലിയർ വണ്ടിയാണ്. എത്ര കൊടുക്കരുത്? 2014 അത്യാവശ്യം ടയറുകൾ ഓക്കെയാണ്. ബാക്ക് ടയറുകൾ നോക്കുവാണെങ്കിൽ ഡീസലാണ് വണ്ടി വരുന്നത് കേട്ടോ. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. എത്ര കൊടുക്കാം? 220 കൊടുത്തേക്കാം. നമുക്ക് 220 കൊടുത്തേക്കാം. ഫുൾ ഓപ്ഷൻ അല്ലല്ലോ? ഫുൾ ഓപ്ഷൻ അല്ല, എക്സ് വേരിയന്റ് വരുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നെക്സ്റ്റ് കൊടുക്കാൻ 2014 ഗ്രാൻഡ് ഐറ്റൻ 2014 മോഡൽ, ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. 5194 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സെക്കൻഡ് ഓണർഷിപ്പ് പെട്രോൾ 1.2 അതായത് ഓട്ടോമാറ്റിക് വേരിയന്റിൽ വരുന്നത്. ഓട്ടോമാറ്റിക് വേരിയന്റ് വണ്ടിയല്ല. അതെ. അപ്പം പെട്രോൾ വേരിയന്റ് വണ്ടിയും കൂടിയാണ്. അത്യാവശ്യം പക്ക ക്ലിയർ ആണ് വണ്ടി. 4 ടയറുകൾ നോക്കുവാണെങ്കിൽ പുതിയ ടയറുകളാ അല്ലേ? അതെ. 360 നമുക്ക് കൊടുത്തേക്കാം ലാസ്റ്റ്. 360 ഓട്ടോമാറ്റിക് വണ്ടിയല്ലേ? ഓട്ടോമാറ്റിക് വണ്ടി. മൈലേജ് എത്ര ഉണ്ട്? മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് തന്നെ കിട്ടും. അത്യാവശ്യം ഇന്റീരിയർ കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ് കേട്ടോ. ലേഡീസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. ലേഡീസിന് പറ്റിയ വണ്ടിയാണ്. ഓട്ടോമാറ്റിക് ആണ്. എടുത്തോണ്ട് പോകാൻ പറ്റും, ഏത് സമയത്ത് എടുക്കാൻ പറ്റുന്ന. നമുക്കൊരു 360 കൊടുത്തേക്കാൻ വേണ്ടി. ഒരു 360 ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ വെറും 45,194 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള 2014 സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ വേരിയന്റ്. 360 നമുക്ക് ലാസ്റ്റ് ഓട്ടോമാറ്റിക് വണ്ടി. മാക്സിമം ലോൺ ഇട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും വരുന്നത് ഗ്രാൻഡ് ഐറ്റൻ തന്നെയാണ്. ഹുണ്ടായുടെ ഗ്രാൻഡ് ഐറ്റൻ തന്നെയാണ്. 1,35,302 കിലോമീറ്റർ, 2014 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ വേരിയന്റ് അല്ലേ? അതെ, പെട്രോൾ വേരിയന്റ് ആണോ? അല്ല, ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ. നമുക്കത് 1.21 സ്പോർട്സ് 1.21 അതിന്റെ വേരിയന്റിൽ വരുന്നത്. ഓക്കെ, നമുക്ക് പിന്നെ അത് ലാസ്റ്റ് 2.4 കൊടുക്കാം. ഓക്കെ, അത്യാവശ്യം ടയറുകൾ കാര്യങ്ങൾ 2014 മോഡല്. 2014 മോഡൽ. അതെ. എത്ര കൊടുക്കാം? 2.4 കൊടുത്തേക്കാം. 2.4 കൊടുത്തേക്കാം. നെഗോഷ്യബിൾ അല്ലേ? ഓ, ഹുണ്ടായുടെ ഇയോൺ 2012 മോഡൽ, 89,209 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, പെട്രോൾ വേരിയന്റ് അല്ലേ? അതെ, പെട്രോൾ വേരിയന്റ്. ഡിലൈറ്റ് പ്ലസ് ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് ലാസ്റ്റ് പ്രൈസ് 1.55 കൊടുത്തേക്കാം. 1.55. അത്യാവശ്യം ഇന്റീരിയർ ഒക്കെ പക്ക ക്ലിയർ ആണ്. അതുപോലെ ടയറുകൾ നോക്കുവാണെങ്കിൽ 4 ടയറുകളും അത്യാവശ്യം ഓക്കെ ആണ് അല്ലേ? അത്യാവശ്യം നല്ല ടയറുകളാണ്. ചെറിയൊരു തേയ്മാനുണ്ട്. അതെ, ഫൈനൽ നമുക്ക് 1.55 ലാസ്റ്റ് ഫൈനൽ 55 കേട്ടോ. നെക്സ്റ്റ്